ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈറ്റി ബ്രോസ്. കണ്ണാടി വേണ്ട, കാണാൻ വയ്യ. അപ്പോൾ ഇന്ന് നമ്മളൊരു IQ ടെസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും എൻ്റെയോടൊപ്പം ഗെയിം കളിക്കാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് വഴി ഉത്തരങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ലാഗ് അടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല, നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോകാം. ഒരിക്കൽ ഒരു കള്ളൻ ജയിൽ ചാടാൻ തീരുമാനിച്ചു. അവൻ രക്ഷപ്പെടാനായി ഒരു തുരങ്കമുണ്ടാക്കി. വഴിയിൽ വെച്ച് കഴിക്കാനായി അവൻ ഹോട്ട് ഡോഗ്സും കൈവശം വെച്ചിരുന്നു. അവനുണ്ടാക്കിയ വഴിയിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങി. വഴിയുടെ അവസാനം അവൻ 3 വാതിലുകൾക്ക് മുന്നിലെത്തി. ഒന്നാമത്തെ വാതിലിനുള്ളിൽ അതിശക്തനായ ഒരു പോലീസ് ഓഫീസറാണുള്ളത്. അവൻ ആ വാതിൽ തുറക്കുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർ കള്ളനെ കീഴ്പ്പെടുത്തി തിരികെ ജയിലിൽ കൊണ്ടുപോകും. രണ്ടാമത്തെ വാതിലിനുള്ളിൽ ഒരു ജയിൽ പുള്ളിയുടെ പ്രേതമാണുള്ളത്. അവൻ ആ വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ പ്രേതം അവനെ കൊന്ന് അവൻ്റെ രക്തം കുടിക്കും. മൂന്നാമത്തെ വാതിലിന് പിറകിൽ ജയിലിലെ ഏറ്റവും ശൗര്യമുള്ള നായയാണുള്ളത്. കൂടാതെ അത് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. കള്ളൻ ആ വാതിലിലൂടെ പോയാൽ ആ നായ കള്ളനെ കടിച്ചു കൊല്ലും. കള്ളൻ ഇതിൽ ഏത് വാതിലാണ് തിരഞ്ഞെടുക്കുക? എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. സിമ്പിളാണ് ഗൈസ്. ആ മൂന്നാമത്തെ ഡോറിലൂടെ തന്നെ പോകും ഗൈസ്, ഉറപ്പാണ്. കാരണം നായ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അവൻ്റെ കയ്യിലാണെങ്കിൽ ഡോഗ് ഫുഡും ഉണ്ട്. അവൻ ആ ഡോഗ് ഫുഡ് നായ്ക്ക് കൊടുക്കും. നായ വിശന്ന് വലഞ്ഞിരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല, അത് കഴിക്കാൻ വേണ്ടി ഇരിക്കും. ഉറപ്പാണ്, 3 കള്ളൻ മൂന്നാമത്തെ വാതിൽ തിരഞ്ഞെടുക്കും. അവന്റെ കൈവശം ഹോട്ട് ഡോഗ്സ് ഉണ്ടല്ലോ, അവനത് നായയ്ക്ക് നൽകി അതിന്റെ ശ്രദ്ധ മാറ്റും. എന്നിട്ട് മൂന്നാമത്തെ വാതിലൂടെ രക്ഷപ്പെടും. നിങ്ങൾക്ക് ഈ ചോദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ മുമ്പ് കണ്ടിട്ട് പിന്നെ ഇന്ന് അഭിനയിക്കാമെന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഈ വീഡിയോ മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെയുള്ള ടോക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത്. മനുവിന് ഒരു കാർ ഓടിക്കാൻ ആഗ്രഹം തോന്നി. അതുകൊണ്ട് മനു ഒരു കാർ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അയാൾ ഒരു മാളിന്റെ കാർ ഓടിക്കാൻ തോന്നിയ കാർ മോഷ്ടിക്കണം. പാർക്കിംഗ് ഏരിയയിൽ 3 കാറുകൾ കണ്ടു. ഈ 3 കാറുകളും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിൽ ഏത് കാറായിരിക്കും മനുവിന് മോഷ്ടിക്കാൻ എളുപ്പം? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഞാനത് ഏത് കാറാണ് മനുവിന് മോഷ്ടിക്കാൻ പറ്റിയത്? ആ കാറിൽ ഒരാളിരിപ്പുണ്ട്, നടുക്കത്തെ കാറിൽ. രണ്ടാമത്തെ കാറിൽ ഒരാളിരിപ്പുണ്ട്, അതുകൊണ്ട് അത് പറ്റത്തില്ല. ഒന്നാമത്തെ കാറിൻ്റെ മേളിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, അപ്പോൾ എന്തായാലും അതെടുക്കത്തില്ല. രണ്ടാമത്തേൽ ആളുണ്ട്, അപ്പോൾ മൂന്നാമത്തെയാ ഗൈസ്, ഉറപ്പാ മൂന്നാമത്തെയാ. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. വരൂ, ഇതിന്റെ ഉത്തരം നോക്കാം. ഒന്നാമത്തെ കാറിന് മുകളിൽ ക്യാമറയുണ്ട്, അതുകൊണ്ട് ആ കാർ മോഷ്ടിച്ചാൽ പിടിക്കപ്പെടും. രണ്ടാമത്തെ കാറിനുള്ളിൽ ഡ്രൈവറുണ്ട്, ആ കാർ മോഷ്ടിക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് മൂന്നാമത്തെ കാർ മോഷ്ടിക്കുന്നതാണ് എളുപ്പം. മനു കാറിന്റെ വാതിൽ തുറന്ന് കാർ ഓടിച്ച് രക്ഷപ്പെടും. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ബാങ്ക് എക്സിന്റെ മാനേജർ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇന്ന് രാവിലെ ബാങ്ക് എക്സിൽ ഒരു മോഷണം നടന്നു. പോലീസിന് ബാങ്ക് മാനേജറെ കണ്ടെത്താനായില്ല. അവർ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ സഹായം തേടി. മെഹുലിന് ആരുടെയോ ഫോൺ വന്നു. അയാൾ ബാങ്ക് മാനേജറുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. മെഹുൽ അവിടെ എത്തിയപ്പോൾ മാനേജറിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. മാനേജർ പറഞ്ഞു, ഇന്നലെ കിഡ്നാപ്പേഴ്സ് എന്നെ ഇവിടെ കെട്ടിയിട്ടു. അവർ എന്നെ കൊണ്ട് ബാങ്ക് ലോക്കറിന്റെ കോഡ് പറയിപ്പിച്ചു. അപ്പോൾ തന്നെ അവർ പോയി, പിന്നെ തിരികെ വന്നിട്ടില്ല. എന്താ മാനേജർ സത്യമാണോ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. മാനേജർ കള്ളവ പറയുന്നതെന്ന് തോന്നുന്നു. മാനേജർ കള്ളം ആണ് പറയുന്നത് ഗൈസ്. അല്ലെങ്കിൽ ഇതേ നോക്കി, അവിടെ മേശപ്പുറത്ത് ഒരു ഏത്തക്ക പകുതി കഴിച്ചു വെച്ചിട്ടുണ്ട്. കയറ് കസേര ഇരുന്നിട്ട് ഒറ്റയ്ക്ക് കെട്ടാൻ പറ്റുമോ? മാനേജർ പറയുന്നത് കള്ളമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാരണം ആ ഏത്തക്ക ഇരിക്കുന്ന ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയത്തില്ല, കാര്യം നോക്കാം. ഒരു പഴമുണ്ട്. പഴത്തിന്റെ തൊലി പൊളിച്ച് അതാരോ കഴിച്ചിട്ടുണ്ട്. അയാളുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെ അത് കഴിക്കാനാകും? അത് ഇന്നലെ കിഡ്നാപ്പേഴ്സ് കഴിച്ചതാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ കറുത്തിട്ടുണ്ടാകും. മാനേജർ കള്ളമാണ് പറയുന്നത്. മെഹുൽ അങ്ങനെ അയാളെ പിടികൂടി.